ഇവിടെ കുറച്ച് എന്താ പറയണ്ടേ, പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നു റിപ്പോർട്ട് വേണം, സ്റ്റേറ്റ് ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമേ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കത്തുള്ളൂ. അത് നോർമൽ പ്രൊസീജിയറാണ്. അപ്പോൾ ദുരിതാശ്വാസം ആവശ്യമുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ, ദുരിതാശ്വാസം വേണ്ട ആൾക്കാരുടെ എസ്റ്റിമേറ്റ് വേണം, അത് എത്ര പേരുണ്ടെന്ന് അറിയണം, അതിന് കൃത്യമായ കണക്കുകൾ വേണം. അതിന് ഏകദേശം ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് മനുഷ്യൻ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടുന്ന പുനരധിവാസ പദ്ധതികൾ എന്ന് പറയുന്നതാണ് പിന്നെ അടുത്ത റിപ്പോർട്ട് പരിപാടികൾ, ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കൽ. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ജീവിതകാലം മുഴുവനും സപ്പോർട്ട് വേണ്ട അവസ്ഥ. ഇതിനെയൊക്കെ പരിഗണിച്ച് കഴിഞ്ഞ് പല തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യപ്പെടാം. അത് കറക്റ്റായ രീതിയാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ ദുരന്തം നടക്കുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ കലാമിറ്റിയാണ് നടന്നിരിക്കുന്നത്, അപ്പം തന്നെ പിരിവ്, ഉടനടി ഫണ്ട് റേസിങ്, എത്ര രൂപയുടെ ഫണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത്. അതിവിടെ ആർക്കും അറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് 50 കോടി രൂപയാണെന്ന് വിചാരിക്കുക. അവിടെ മിക്കവരും മരിച്ചുപോയി, കാണാനില്ല. രക്ഷപ്പെട്ടേക്കുന്ന വീട് നഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ എണ്ണം എടുത്ത് കഴിയുമ്പോൾ അവർക്ക് 50 കോടിയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം 10-30 കോടിയോളം ഞാൻ ചുമ്മാ നോക്കി, ഈ പറഞ്ഞ സിനിമാടന്മാരെല്ലാം കൊടുത്തപ്പോൾ 30-35-40 കോടിയുടെ അടുത്തായി. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ആൾ, അഖിൽമാരാർ പറഞ്ഞ ഈ രണ്ട് പേര് ചെയ്തതും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പിന്നെ പല ബിസിനസ്സുകാരും സ്ഥലം 1000 ഏക്കർ, ചിലപ്പോൾ ഒരു 100 ഏക്കർ, അങ്ങനെ പലരും ഏക്കറൊക്കെ കാണിക്കുക. അവിടെ വന്നുകൊണ്ട് ഈ സ്ഥലം നിങ്ങളെടുത്തു, വീട് വെച്ച് കൊടുക്കാം, അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതൊന്നും ഇവരാരും തുടക്കത്തിലൊന്നും ഇത് പറഞ്ഞിട്ടൊന്നുമില്ല. ഇത്രയും പൈസ പണമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഇത് കൊടുക്കേണ്ടി വരത്തില്ല എന്നുള്ള കാര്യം ഇവർക്ക് നല്ലപോലെ അറിയാം. ഇപ്പം മോഹൻലാൽ 25 ലക്ഷം രൂപ കൊണ്ടുപോയി ഈ CM ഫണ്ടിലോട്ട് ഇടുന്നു. എന്നിട്ട് പുള്ളി ദുരന്തമുഖത്ത് വേഷം കെട്ടിയെന്നുകൊണ്ട് കളിച്ച് മറ്റേ ഫാൻസിനസ് കളിച്ചുകൊണ്ട് എന്നിട്ട് പറഞ്ഞത് 3 കോടി രൂപ കൂടെ കൊടുക്കാൻ പ്ലാനുണ്ട്, അത് അയാളുടെ ട്രസ്റ്റിൻ്റെ പേര് വിസ്മയം എന്നാണ് പറഞ്ഞത്, ട്രസ്റ്റിലൂടെ കൊടുക്കത്തുള്ളൂ. അഖിൽമാരാർ പറയുന്നു CM ഫണ്ടിലോട്ട് പൈസ കൊടുക്കാനില്ല, നേരിട്ട് 4 വീടൊന്നും വേണ്ട പറഞ്ഞു. ഡയറക്റ്റായിട്ട് പറഞ്ഞത് അഖിൽമാരാരും, ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞത് മോഹൻലാലും. പിന്നെ മോഹൻലാൽ 2 പേരെയും, അതായത് CM ഫണ്ടിൽ പൈസ അങ്ങിട്ട് 25 ലക്ഷം. പക്ഷേ വലിയൊരു തുക എന്ന് പറയുന്നത് മോഹൻലാൽ എങ്ങനെ ഉണ്ടാക്കിയാണെന്ന് അറിയത്തില്ല. അതൊരു ട്രസ്റ്റാണെന്നാണ് പറയുന്നത്. ട്രസ്റ്റിൽ ഫണ്ട് റേസിംഗ് പ്രോഗ്രാം ഇനി ഫാൻസ് അസോസിയേഷൻകാരുണ്ടാക്കുന്ന ഫണ്ടാണോ അതോ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളുടെ നിന്ന് ഉണ്ടാക്കുന്ന ഫണ്ടാണോ എന്ന് അറിയത്തില്ല. ആ ഫണ്ട് എങ്ങനെ ഉണ്ടെന്നാലും അത് ഇൻഡയറക്റ്റായിട്ട് ശരിക്കും CM ഫണ്ടിൽ പോകേണ്ട പൈസയാണ് ഒരു രീതി നോക്കിയാൽ, അല്ലേ? അത് ഇവിടെ കളക്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് പറയുന്നതിനകത്ത് അഖിൽമാരാർ പറഞ്ഞതിനേക്കാളും വലിയ ഒരു കേസെടുക്കാനുള്ള വകുപ്പില്ലേ? അതെന്ത് തരം പ്രഖ്യാപനമാണ്? മോഹൻലാലിനെ പോലത്തെ ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ അഖിൽമാരാർ പറഞ്ഞതിന് വലിയ കുഴപ്പമില്ല. അഖിൽ പറഞ്ഞേക്കുന്ന അഖിലിൻ്റെ പൈസയാണ്, അത് എവിടെ കൊടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് അയാളുടെ തീരുമാനം. അയാളത് പബ്ലിക്കിൽ പറയുന്നത് കൊണ്ടൊന്നും വലിയ തെറ്റൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഇൻഡയറക്റ്റായിട്ട് ചെയ്യും എന്ന് കൃത്യമായി പറഞ്ഞ ആൾ മോഹൻലാലല്ലേ? അല്ലേ പിന്നെ അഖിൽമാരാർ 10,000 രൂപ CM ഫണ്ടിലോട്ട് ഇട്ടിട്ട് പറയണമെന്നോ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അഖിൽമാരാറിന് കുഴപ്പം വരത്തില്ലേ? സുരേഷ് ഗോപി പറഞ്ഞ ഒരു രീതി വെച്ച് നോക്കിയാൽ മോഹൻലാൽ ചെയ്തത് തെറ്റാണ്. കാരണം എസ്റ്റിമേറ്റ് ഇല്ലാത്തടത്ത് മോഹൻലാൽ നല്ല സകല നടന്മാരും കൊണ്ട് പൈസ കൊടുത്തത് ശരിയായിട്ടില്ല. സുരേഷ് ഗോപിയുടെ ഒരു രീതി വെച്ചിട്ട് സുരേഷ് ഗോപി പറഞ്ഞ ഇതിൻ്റെ ഒരു എന്താണ്, ഇത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ. ഇപ്പോൾ ഫ്ലഡ് എന്ന് പറയുമ്പോൾ അന്ന് തൊട്ട് അത്രയും മനുഷ്യർ ജീവിച്ചിരിക്കുന്നവർക്ക് ഫുഡ്, മറ്റേ ക്ലോത്ത്സ്, ഒരുപാട് ആളുകൾ, മിലിറ്ററി മാത്രമല്ലല്ലോ അതിനകത്ത് ഇടപെടുന്നത്. അപ്പോൾ എക്സ്പെൻസ് കൂടുതലാണ് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട്. ഇവിടെ അതില്ല. ഇവിടെ ഫുൾ ടൈം ജോലി എടുക്കുന്നവർ തന്നെ വന്നേക്കുന്നത്. അവിടെ ഒരിക്കലും അൺപ്രൊഫഷണൽ ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ചുമ്മാതെ മത്സ്യത്തൊഴിലാളികളും മലയോര കർഷകന്മാരൊന്നും വന്നാൽ നടക്കാത്തൊരു ഏരിയയിൽ റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ മിലിറ്ററിയാണ് ചെയ്യുന്നത്. മിലിറ്ററിയിൽ എല്ലാവരും സാലറി മേടിക്കുന്നുണ്ട്, ഓവർ ടൈം മേടിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ അവിടെ കൊണ്ടുവന്ന ഓരോ സാധനത്തിനും അവർക്ക് ഈ പറഞ്ഞ പോലെ റെൻറ്റും കൊടുക്കേണ്ടി വരും, വണ്ടിയുടെ റെൻറ്റ് കൊടുക്കേണ്ടി വരും. അല്ല, കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് കൊടുക്കുന്നവരുടെ സ്റ്റേറ്റ് ചിലപ്പോൾ കുറേയൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ അതുകൂടാതെ അവർക്ക് അതിനെല്ലാം വിലയുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം പൈസ കൊടുത്ത് മേടിച്ചതും നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെ ജോലിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൽ പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സാലറിയിൽ വന്ന് ജോലി ചെയ്യുന്ന ഏരിയ. അതെന്താണേലും അവിടെ വേറൊരാളുടെ പൈസ ആവശ്യമില്ല. പുറത്തുനിന്ന് ഇപ്പോൾ നാട്ടുകാർ പിരിക്കാൻ പട്ടാളം പറഞ്ഞിട്ടില്ല. പിന്നെ പുനരധിവാസം എന്ന് പറയുന്ന സമയമാകുമ്പോൾ അത് എത്ര പേരെ പുനരധിവസിപ്പിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ പദ്ധതികൾ, എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള വ്യക്തമായ ഒരു പിക്ചർ കൊടുത്തേ പറ്റത്തുള്ളൂ ഈ സിറ്റുവേഷനിൽ. ഫ്ലഡ് എന്ന് പറയുന്ന കലാമിറ്റിയും ഈ കലാമിറ്റിയും തമ്മിൽ വ്യത്യാസമില്ലേ? ഇവിടെ ബാക്കിയുള്ളവരുടെ എണ്ണം എത്ര?
മാത്രമല്ല ഇനി അവിടെ തന്നെ താമസിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാനേ വേറെയാണ്. അപ്പോൾ അവസാനമായിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ കൊടുക്കാം ഇവിടെ കൊടുക്കാമെന്നും പറഞ്ഞാൽ ആൾക്കാർ പോകത്തില്ലെന്നുകൊണ്ട് കൊടുക്കാൻ പറ്റത്തുമില്ല. എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനത്തെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിനകത്ത് ചെറിയൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് ഉണ്ട്. കാരണം കുറേ ഭൂമി കാണിക്കുക, അവിടെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുക, ഇവിടെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുക. ആകെ 100 പേരേ ഉള്ളൂ, അല്ലേ എത്ര പേരാണോ ഇതിനകത്തുനിന്ന് ദുരിതം അനുഭവിച്ചവരല്ലേ 1000 പേരുണ്ടെന്ന് വിചാരിക്കുക. അവർക്ക് ഈ പറഞ്ഞ 50 കോടിക്കകത്ത് 1000 പേർക്ക് 50 കോടി പോരെ? ഇവിടെയുള്ള സാധാരണക്കാർ ബാക്കിയുള്ളവരെല്ലാം എങ്ങനെയാണ്? അപ്പോൾ എത്ര കോടിയാണ് അവരുടെ ഒരു എന്താ പറയണ്ട വീടിനും അല്ലേ? അത്രയും പൈസയൊക്കെ മുടക്കാനായോ എന്നുള്ളൊരു സാധനം വരും. ഇത് 100 കോടിയൊന്നും അല്ല, അതിൽ കൂടുതൽ പൈസ ഫണ്ട് കളക്ട് ചെയ്ത് കാണും. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ നടന്നപ്പോൾ പെട്ടെന്നൊരു ആവേശത്തിൽ എല്ലാവരോടും കയറി ഇങ്ങനെ ഒരു ഫണ്ട് ശേഖരിച്ച് കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഇവർ പറയാൻ പോകുന്നത് അത് വേറെ ചില പരിപാടികൾക്ക് എടുക്കുമെന്നാണ് പറയുന്നത്, മറ്റുള്ള പല ആവശ്യങ്ങൾക്ക്. അതാണ് അതിനു വേണ്ടി ചെയ്യണം. ഇതാണ് ഞാൻ പറയുന്നത്. ഒരു കോസ് പറയുമ്പോൾ, ഒരു കേസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. അതില്ലാതെ ചെയ്യുന്നതിനകത്ത് അതിന് തീർത്തും അൺപ്രൊഫഷണൽ എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയ്ക്ക് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണോ ഈ ഇടപെടുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് പറയുന്നതും അല്ലെ ഇതിനെപ്പറ്റി പഠിച്ചെന്നും പറയുന്നിട്ട് എന്ത് കാര്യമായിരിക്കുന്നത്? ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത്രയും വലിയൊരു ഫണ്ട് ഫ്ലോ നടത്തേണ്ട ആവശ്യം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ പൈസയ്ക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ. ഇപ്പോൾ ഇന്നലെ ആയിട്ടൊരു 500 കോടിയുടെ പലിശ എത്രയാണ്? ഇനി എന്നായിരിക്കും അത് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചാണോ കൂടുതലാവട്ടെ എന്നൊക്കെ കരുതിയിട്ടാണോ ഇങ്ങനെ? എനിക്ക് ഈ കാര്യത്തിൽ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പരിപാടി പോലെ തോന്നിയത്. നമ്മളെല്ലാം ഭയങ്കര മറ്റേ മോഡലും മറിച്ച മോഡലും ഒക്കെയാണ്. ഇവിടെ എല്ലാം ഭയങ്കര പഠനം പഠിക്കുന്ന ഒരു മിടുക്കന്മാരും ഉള്ളൊരു സ്ഥലമാണ്. അവർക്ക് ഇത് കണ്ടിട്ട് എത്ര വീടുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല, എത്ര ആളിൽ പോയെന്നറിയത്തില്ല. പക്ഷേ പിരിവങ്ങ് നടത്തിക്കോ എന്ന് പറയുന്നതിനകത്ത് ഇച്ചിരി പോരായ്മയുണ്ട് കേട്ടോ. അതെന്ത് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഇവിടെ എത്ര പേര് മിസ്സായെന്ന് കൃത്യമായിട്ട് അറിയണം, എത്ര പേർക്ക് വീട് വേണമെന്ന് കൃത്യമായിട്ട് അറിയണം. അല്ലാതെ എണ്ണമില്ലാത്ത ആൾക്കാർ എവിടെയോ താമസിച്ച പോലെ ഉണ്ട്. ഈ ഒഴിവ് പോയവരാരും ടാക്സ് അടയ്ക്കുന്നവരും അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരൊന്നും അല്ലേ? ഇവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തിലും ഒക്കെ ഡേറ്റ കാണണമല്ലോ. ഓരോരുത്തരെ പറ്റിയും ആധാർ ഉണ്ടാകത്തില്ലേ ഇവർക്കൊക്കെ? ആധാറായിട്ട് ലിങ്ക് ചെയ്ത് എന്തെല്ലാം കാണും, അക്കൗണ്ട് ഉണ്ടാവും, അവരുടെയൊക്കെ നഷ്ടപ്പെട്ടത് എത്ര. ഈ പറഞ്ഞ ആളുകളുടെ സമ്പാദ്യം മൊത്തം പോയില്ലേ? മരിച്ചവർ, ഫാമിലിയോടെ മരിച്ചവരും എല്ലാം കാണാതായവരും ഒക്കെ ആയിട്ടുള്ളവർക്ക് എന്തെല്ലാം എവിടെല്ലാം എത്ര ഡിപ്പോസിറ്റ് ഉണ്ടെന്നോ എന്തോ ആണെന്നോ ഒന്നും ഒരു പിടിയും കാണത്തില്ലേ. അവരുടെ ഭൂമി വീടിരിക്കുന്ന സാധനം മാത്രമാണ് അവരുടെ സമ്പാദ്യം. അപ്പം അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവരെല്ലാം ഈ പറഞ്ഞവരെല്ലാവരും കൊണ്ട് സിനിമാടന്മാരെല്ലാം കൊണ്ടുവന്ന് കാശിട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നതിനകത്ത് നാട്ടുകാർ പൈസ ഇടേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ വരുന്നുണ്ടോ? ഇത്ര നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഓരോരുത്തർ അല്ലു അർജുൻ 25-50 ലക്ഷം എന്ന് പറയും. 50 കോടി എന്നാണ്ട് പറഞ്ഞ ഒരാൾ എത്രയോ കോടി എന്ന് പറഞ്ഞ ആസാദ് മൂപ്പൻ്റെ മോൻ്റെ ഒരു എന്തോ വലിയൊരു ഡൊണേഷൻ കണ്ടു. 5 കോടി 6 കോടിയൊക്കെയാണ് മെയിൻ ബിസിനസ്സുകാരെല്ലാം ചെയ്തത്. പിന്നെ സാധാരണക്കാരായ ആൾക്കാർ 1000-10,000 ഒക്കെ വെച്ച് 6 പ്രാവശ്യമാണ്. ഗൾഫിൽ നിന്നൊക്കെ എത്ര വന്നെന്ന് അറിയത്തില്ല. നേഴ്സിംഗ് അസോസിയേഷൻ കൊടുത്ത 5 കോടി. അതിന് വേണ്ട ആളവിടെ ഉണ്ടോ? ഇങ്ങനൊരു സംഭവം നടന്നു കഴിയുമ്പോഴേ ഞാൻ വേറൊരു കാര്യം പറയാം. അതിൻ്റെ ഭീകരത മനസ്സിലായോ? അതിനകത്തുനിന്ന് വീടും സാധനങ്ങളുമായിട്ട് ഒലിച്ചു പോയി മരിച്ചവരുടെ സംഭവം കൂടുതൽ. അല്ലാത്തവർ സേഫ് തന്നെയാണ്. അവരവരുടെ വീട്ടിൽ തന്നെ ഇരുന്നാലും ചിലപ്പോൾ സേഫാണ്. കാരണം ഈ സാധനം ഒലിച്ചു പോയതിൻ്റെ പക്കത്തിരുന്ന് വെച്ചാൽ കുറച്ച് വീടുകൾ കാണും. അവരുടെ മാത്രം കുറേ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറേ വീടുകൾ വിളിച്ചിട്ടുണ്ട്, ശരിയാ. പക്ഷെ അതിനകത്ത് ജീവനോട് ബാക്കിയുണ്ടാകുന്ന ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ മാറി എന്നവരും പിന്നെ ഉമ്മർത്തിരിക്കാൻ ആളുകളൊക്കെയാണ്. കക്കൂസി പോയിരുന്നതിന് രക്ഷപ്പെട്ട് കാണും. ചിലപ്പോൾ ഫ്രണ്ട് പോയി അങ്ങനെയും സംഭവിക്കത്തില്ലേ? അപ്പോൾ അത്രയും വീടുകളെയൊക്കെ കാണത്തുള്ളൂ. നോക്കിക്കോ. ഇത് അവിടെ ചെന്ന് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അറിയാൻ പോകുന്നത് ഇനി ഇത്രയും കൂടെ മതിയെന്ന്. അതിൻ്റെ ഒരു ഊഹം കിട്ടിയപ്പോഴല്ലേ പിന്നീട് മുന്നോട്ടിറങ്ങി വന്ന കുറേ പേരുടെ ഭയങ്കരമായ വാഗ്ദാനങ്ങൾ. അവരും പൈസയായിട്ട് കൊടുക്കാതെ വേറെ പലതും കാണിക്കുക. അവർക്ക് CM ഫണ്ടിലോട്ട് കൊടുക്കാൻ താല്പര്യമില്ല, പൈസയായിട്ട് കൊടുക്കാൻ താല്പര്യമില്ല. ഇതില് വിശ്വാസക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം അഖിൽമാരാറിനെ പോലെ ഒരാൾ അയാൾ മിക്കവാറും വെട്ടിത്തരം പറയുന്നത് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞതിന് അയാൾക്കെതിരെ കേസെടുക്കുകയല്ലല്ലോ വേണ്ടത്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇവിടെ എത്രയോ പേരിപ്പോൾ അതുപോലെ ചിന്തിക്കുന്നുണ്ടാവുമെന്ന് ആലോചിച്ച്. പോട്ടെ, 24 ന്യൂസിൽ വാർത്ത വന്നു, ഇതിനകത്ത് അങ്ങനെ നടന്നു, ഇങ്ങനെ പലതും നടന്നു കാണും, എന്തെങ്കിലുമൊക്കെ കാണും. എന്തോ കുറവുള്ളതുകൊണ്ടാണല്ലോ പിന്നീട് ഇങ്ങനത്തെ വർത്താനം പറയേണ്ടി വരുന്നത്. അതിന് ക്ലാരിറ്റി ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പലതിനും ക്ലാരിറ്റി ഇല്ല. ഇപ്പം തന്നെ കണ്ടില്ലേ അൺപ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എസ്റ്റിമേറ്റ് ഇടാതെ ഒരാളോട് എങ്ങനെയാണോ പൈസ ചോദിച്ചത്? അല്ലേ? പോട്ടെ,
ഇനി ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന ഇത്ര കിട്ടിയത് കൊടുക്കുന്നതെല്ലാം അറിയുമോ ആരെങ്കിലും? ഇത് മേടിക്കുന്നതും കൊടുക്കുന്നതിനും കണക്കുകൾ കൃത്യം മനസ്സിലാവുന്നില്ല പൊതുജനത്തിന്റെ പൈസ എടുത്തപ്പോൾ പൊതുജനത്തിന് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ വേണ്ടേ ഇത് പ്രസന്റ് ചെയ്യാൻ? അതിന്റെ പോരായ്മയല്ലേ ഇതൊക്കെ? അതിന് അഖിലിനെ കൊണ്ട് കേസ് കൊടുക്കിയതുകൊണ്ട് എന്താ പറയുവാനും? ഇതിനകത്ത് കുറ്റക്കാരൻ അഖിലല്ല. ഇത് മാനേജ് ചെയ്യുന്നവർക്ക് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന് പെട്ടെന്നൊരു ഉത്തരവില്ല. ഈ ക്വസ്റ്റ്യൻ വരാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരിക്കലും ഒരു ചോദ്യം വരരുത്. അത്രയും ക്ലിയർ ആയിരിക്കണം, അത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഞാൻ ഈ ട്രാൻസ്പെറൻസി ക്ലാരിറ്റി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറയാം. www.charitywithclarity.com ട്രാൻസ്പെറൻസി 100% ട്രാൻസ്പെറൻസി ഉള്ള ഒരു വെബ്സൈറ്റ് ഇവിടെ ഇരുന്നുകൊണ്ട് ചുമ്മാ ഞാൻ ഈ ചെറുത്താൻ എന്നൊക്കെ പറഞ്ഞ ആൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇത്രയും വലിയ ആൾക്കാർ, ഇത്രയും വലിയ ഉദ്യോഗസ്ഥർ, ഇത്രയും വലിയ മിടുക്കന്മാരുണ്ടായിട്ട് എന്താ ചെയ്യാത്തേ? എല്ലാ സിസ്റ്റവും ട്രാൻസ്പെറന്റ് ആവണ്ടേ? ഡൊണേഷൻ മാത്രമല്ലല്ലോ. ഞാൻ ഡൊണേഷൻ ട്രാൻസ്പെറൻസി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ കാണിക്കാം. ഇങ്ങോട്ട് ഫണ്ട് ഇട്ടാൽ ഞാൻ കാണിച്ചു തരാം ട്രാൻസ്പെറന്റ് ആയിട്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എനിക്ക് കുറച്ച് പേരൊക്കെ പൈസ അയച്ചാൽ ചെറിയ പൈസ, വളരെ കുറച്ച് പൈസ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കറിയാം. പിന്നെ അതുവഴി പോയ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നും കിട്ടാത്തവരും എല്ലാം കണ്ടുപിടിച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. ഞാൻ അതുകൊണ്ട് ഭയങ്കര പബ്ലിസിറ്റി ഒന്നും കൊടുക്കുന്നില്ല ഇപ്പോൾ. അത് ഇട്ടു ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും എത്തിക്കും. അതപ്പോൾ ഈ പറഞ്ഞ് ഡൊണേറ്റ് ചെയ്തവരോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ നടന്നിട്ടുണ്ട്, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പൈസ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുകയും ചെയ്യും. അവിടെ കൊടുക്കാൻ ആളില്ലെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ? എന്തേ ഈ മേടിച്ചവരുടെ എന്നൊക്കെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഇത്രയും പൈസ ആകുന്നില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമോ? അല്ല അവരോട് ചോദിക്കും, ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഈ പൈസ എൻ്റെ തന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അവിടെ ആവശ്യം ആയില്ല, അല്ലെ അത്രയ്ക്ക് ആവശ്യം വന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്ററിനകത്ത് ശരിയാ, മനസ്സിലായില്ലേ? ഇപ്പം ഇത്രയും പൈസ വരുന്ന സ്ഥിതിക്ക് പലരും ഫണ്ട് ശേഖരിച്ചവർക്ക് ഒരു കണക്കും കാര്യങ്ങളും ഇല്ലെങ്കിൽ കൊടുത്തവരുടെ കാശ് പോകത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്തൊരു ഉത്തരവാദിത്വം ഇത്! ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രീതിയല്ല. അതൊരു മാന്യതയുള്ളൊരു ഒരു എന്താ പറയണ്ടേ, ഒരു സിസ്റ്റം അല്ലത്. എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരുത്തിനും വന്ന് നമ്മളോട് ചോദിക്കത്തില്ല, പറയത്തില്ല. ഇനി അഥവാ പറഞ്ഞാൽ അവനെ കൊണ്ട് പറയിക്കണം. ഇവൻ എങ്ങനെ ഇത് മനസ്സിലാക്കിയത് തെറ്റിപ്പോയെന്ന് അവന് പറയിക്കണം. അതിന് ക്ലാരിറ്റി എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യമാണ്. ഇത് വലിയ വെബ്സൈറ്റ് ഒന്നും അല്ലെന്നേ. www. എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായ കാലം തൊട്ടേ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധാരണ വെബ്സൈറ്റ്. വലിയ കാശൊന്നും മുടക്കി ഭയങ്കര ബുദ്ധിയൊന്നുമല്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു രീതിക്ക് കൊണ്ടുവന്നാൽ ഇങ്ങനെ ഇരിക്കാം. ഇനി ഇതിനും പുരോഗമിപ്പിക്കാൻ പറ്റും. എനിക്ക് ആ വെബ്സൈറ്റ് ഇങ്ങനെ കൊണ്ട് തീരുന്ന വെബ്സൈറ്റ് അല്ലത്. അതിനകത്ത് ഇനി ഒരുപാട് ഫീച്ചേഴ്സ്, ഫെസിലിറ്റീസ് ഒക്കെ ആഡ് ചെയ്യുക, ഒരുപാട് സൊല്യൂഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇത് ഒറ്റയ്ക്ക് ഞാനിവിടെ കുറച്ച് നാളായിട്ട് പറഞ്ഞും കേട്ടൊക്കെ ഓരോന്നൊക്കെ ആലോചിച്ചുണ്ടാക്കി എടുക്കുന്ന ഇത്. എനിക്കതുകൊണ്ട് ഈ പറഞ്ഞ പലവന്മാരെ അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നുമില്ല. എനിക്കങ്ങനെ തോന്നി തുടങ്ങിയത് ഈ പരിപാടി ചെയ്ത് നടത്തിക്കൊണ്ട് പോകുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പലരും വെറും പാഴുകളാണെന്ന്. മനസ്സിലായോ? ഇവിടെയുള്ള മണ്ടന്മാരുടെ തലയിൽ എന്തുകൊണ്ട് ഇത് വരുന്നില്ലെന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഇരുന്നുണ്ട് എനിക്കിത് ചെയ്യണമെന്നൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് വലിയ മല മറിക്കാനൊന്നും ഞാൻ പോകുന്നൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ട്രസ്റ്റ് ആക്കണം, ഭയങ്കരമായ ലക്ഷ്യങ്ങളുള്ള മനുഷ്യനാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് എല്ലാവരുടെ ഏറ്റെടുത്ത് നടത്തിയാൽ നടന്നു പോകും. കുറേ പേർക്ക് ഗുണമുണ്ടാവും. 1 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാതെയും തട്ടിക്കാതെയും ഒരു മനുഷ്യന്റെ ദുഃഖം കാണുമ്പോൾ, ദുരിതം കാണുമ്പോൾ വേറൊരു മനസ്സിലുള്ള ഒരു മനുഷ്യൻ കൊടുക്കുന്ന പണത്തിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഈ 2 കൂട്ടരെ വഞ്ചിക്കരുത് എന്നുള്ളൊരു ഇന്റൻഷൻ മാത്രമേ എനിക്കുള്ളൂ. അതിന് വഞ്ചന എന്ന് പറയുന്ന, അല്ലെങ്കിൽ തട്ടിപ്പ്, കള്ളത്തരം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന, ഉത്തരവാദിത്വം ഇല്ലാത്ത അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്ത ആളുകൾ ഇടപെട്ട് പലർക്കും സഹായിക്കാൻ മടിയായി, അല്ലെങ്കിൽ ഇതുപോലെ പല പ്രശ്നങ്ങളിൽ പലതും കണ്ടിട്ട് വെറുത്തു പോയവരും ഒക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇനിയും ദുരിതത്തിലായാൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ചിലപ്പോൾ ഒരാൾ സഹായിക്കാൻ ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ട് എന്നൊരു സംശയം തോന്നിയോണ്ടാണ്. നമ്മൾ ഒരു വഴിയെങ്കിലും നേരായ വഴി കാണണ്ടേ? എവിടെയും വേണ്ടേ? എല്ലാവരും കള്ളന്മാരായ ഒക്കുവോ? അതുകൊണ്ട് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്കിതുകൊണ്ടല്ല ജീവിക്കാൻ പറ്റുന്ന വേറെ പല പണിയും എനിക്കറിയാം. എല്ലാവരും ഞാൻ ഇത്രയും നാളും ജീവിച്ചതും ചാരിറ്റി ഉണ്ടാക്കിയിട്ടല്ല. അല്ലെങ്കിൽ അതിനകത്തൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്തുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സാധനമൊക്കെ ഡെവലപ്പ് ചെയ്തതിൻ്റെ ഒരു കൊള്ളാം എന്ന് എനിക്കെങ്കിലും തോന്നണമല്ലോ. എനിക്കിപ്പോൾ അവാർഡ് മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ ഒരു സമാധാനം പോലെ എനിക്ക് തോന്നി. എന്താ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ പലയിടത്തും എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ പബ്ലിക്കിലും ചോദിക്കുന്നുണ്ട്, നേരിട്ട് വന്നാലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആളുകളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ അവസരം അതിനൊക്കെ തന്നെ മുതലെടുക്കുന്നത്. ഇതിന് മുതലെടുപ്പ് നടക്കുന്നുണ്ട് ഇതിനകത്ത് എൻ്റെ വക. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നാളെ ഇതുപോലെ ഇത് ദുരന്തവും ദുരിതാശ്വാസവും രോഗങ്ങളും ദാരിദ്ര്യവും കറപ്ഷനും ഒന്നും അങ്ങനെ പെട്ടെന്ന് ഇല്ലാണ്ടാവുന്ന സാധനമല്ലല്ലോ. ഇതെല്ലാം ഒന്നിച്ച് ഒരു പാക്കേജ് അല്ലേ. ഈ കറപ്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്ത് മാത്രം ഊന്നി നിൽക്കുന്ന ഒരു സമൂഹം, എല്ലാ മനുഷ്യരും. അപ്പോൾ ഈ കറപ്ഷൻ ഒഴിവാക്കിയുണ്ടല്ലോ ഈ രാജ്യം എവിടെ നിൽക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. കറപ്ഷൻ മാത്രം ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് കറപ്ഷനാണ്.
ആ കറപ്ഷനെ ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചത് ഇങ്ങനെ പറ്റും. അത് ഗവൺമെന്റിനെ നമുക്ക് ട്രാൻസ്പെറന്റ് ആക്കാൻ പറ്റും. അതിന് ഒരു കൂടി വന്നാൽ ഒരു എത്ര വർഷം വേണ്ടി, ഒരു 3-4 വർഷം എനിക്കൊന്ന് മാക്സ് മാത്രമേ വേണ്ടി വരത്തുള്ളൂ. എന്ന് വെച്ചാൽ അതുപോലെ ഒരു വലിയൊരു ടീം തന്നെ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുകയും അതിന് ഓരോ സ്ഥലത്തും ഓരോ സൊല്യൂഷൻസ് ഉണ്ടാക്കി ഇത് മെച്ചപ്പെടുത്താൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് റൺ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5-6 വർഷമൊക്കെ പോകുമായിരിക്കും. ചിലപ്പോൾ ഈ 5 വർഷം പോയാൽ എന്താ വരുന്നൊരു തലമുറയ്ക്ക്, അല്ലെ നമ്മൾ തന്നെ മരിക്കാറാകുന്നതിന് മുമ്പ് കുറച്ചും കൂടിയൊക്കെ ഈ നാട്ടിലുള്ള മനുഷ്യർ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഇടപെട്ട എത്രയോ മനുഷ്യർക്ക് ഗുണമുണ്ടാവും. എന്തോരം പുരോഗമനം ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്ക്. ആർക്കും ഒരു ദുരിതവും ഇല്ലെന്ന് ഇതുകൊണ്ട്. ആർക്കും ആരെയും ഉപദ്രവിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇവിടെ എല്ലാവർക്കും ആ പറഞ്ഞ പോലെ പഴയതുപോലൊക്കെ തന്നെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ട്രാൻസ്പെറന്റ് ആയിട്ട് ഫണ്ട് മാനേജ് ചെയ്യുന്ന വെച്ച് എന്ത് നഷ്ടമാണ് ഇവിടെ ഉള്ളത്? എനിക്കൊരു നഷ്ടവും തോന്നിയില്ല. പിന്നെ ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ അടിച്ചു മാറ്റാനും ഊറ്റിക്കൊണ്ടു പോകാനും പറ്റത്തില്ലെന്നേ ഉള്ളൂ. അത്രയും പൈസയുടെ ആവശ്യം എനിക്കില്ല. എനിക്ക് ഇവിടെ കോടികൾ ഉണ്ടാക്കിയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ ആരാണ്ട് കോടികൾ ഉണ്ടാക്കിയിട്ട് എന്തോ ചെയ്തത്? ഇവിടെ പലരും ഇരുന്നുകൊണ്ട് കുറേ കോടികൾ അവൻ്റെ കയ്യിലുണ്ട്, ഇവൻ്റെ കയ്യിൽ ഇത്ര ഇരിപ്പുണ്ട്. എല്ലാവരും ഇതൊക്കെ തന്നെ. മനുഷ്യന് ഫുഡ്, വായു, കിടന്നുറങ്ങണം, ഉറങ്ങാൻ പറ്റണം, പിന്നെ ആരോഗ്യം, പിന്നെ ഓരോരുത്തരുടേതായ രീതിയിൽ സന്തോഷം. അല്ലാതെ ഇതെല്ലാം കൂടെ കൊട്ടിപ്പിടിച്ച് വെച്ചിട്ട് സത്യത്തിൽ അതൊരു മണ്ടൻ ചിന്താഗതിയാണ്. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞവരാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇനി വരുന്ന തലമുറയ്ക്കൊന്നും ഇങ്ങനൊന്നും ഉള്ള ആക്രാന്തവും പരവേശവും പണത്തിനോട് ആർത്തിയും ഒന്നും അങ്ങനെ കാണാൻ സാധ്യത കുറവാണ്. എല്ലാവർക്കും ഒരു ഫെസിലിറ്റി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. എന്ത് ഇത് ഇത്രമാത്രം ദാരിദ്ര്യമുള്ള മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കുക, എന്നും സമരം ചെയ്യേണ്ട ഗതികേട് ഉണ്ടാക്കി വെച്ചിരിക്കുക. ആരോട് സമരം ചെയ്യുന്നു, ആരെയൊക്കെ തല്ലിക്കൊല്ലുന്നു. ഒരു ക്രൈം നടക്കാതിരിക്കാനുള്ള ശ്രമം ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്നാൽ കള്ളന്മാരെ പിടിക്കാൻ ഇവിടെ 100 പേര് ഓടും, തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്യും. എന്നാൽ ഈ മോഷണം നടത്താനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ മോഷണം ഇല്ലാണ്ടാവുമല്ലോ. അതെന്താ ചെയ്യാത്തെ? അതും നടക്കത്തില്ല. അപ്പോൾ ഈ സ്ഥിതിക്ക് ഇങ്ങനെ പോയ കാര്യം വളരെ വഷളാകുന്ന പോലെ തോന്നിയപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ എനിക്ക് ഓർമ്മ വന്നത്. അതൊരു പെർമനന്റ് സൊല്യൂഷനാണ്. അല്ലാതെ അത് ചുമ്മാ ടെമ്പററി ആയിട്ട് ഇപ്പോൾ ഒരു പരിപാടി നടന്നു അടുത്ത പരിപാടി ഇല്ല എന്ന് പറയുന്നതല്ല. ഇതിനകത്ത് ഇത്രേ ചെയ്യാനുള്ളന്നേ. ഇതിനകത്ത് എന്ത് ഇത്ര ചെയ്യാനുള്ളത്? കണക്ക് കൂട്ടാൻ അറിയാവോ? കാൽക്കുലേറ്റർ വേണ്ട, എഴുതി കൂട്ടാൻ അറിയാവോ? അത്രയൊക്കെ ഉള്ളൂ എനിക്കും അറിയാമെന്നല്ല. ഞാൻ വലിയ മറ്റേ അൽഗോരിതവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി പഠിച്ചിട്ട് റോബോട്ടിക്സ് വഴിയും നല്ല ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കിയേക്കുന്നത്. ഒറ്റ കാര്യത്തിലേ ഉള്ളൂ വ്യത്യാസം. ഒരേ ഒരു കാര്യത്തിൽ ഇതിനകത്ത് അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. അത് എനിക്ക് താല്പര്യമില്ല അടിച്ചു മാറ്റണമെന്ന്. അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. ഈ 140 കോടി ജനത്തിനിടയിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസമുള്ളൊരു ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ഇത് മാത്രമേ ഉള്ളൂ. വേറൊരു പ്രത്യേകത അതിനില്ല. കൂടുതൽ ഫണ്ട് വന്ന് ഞാൻ അങ്ങ് വലിയ ഇവിടെ കിടന്നുകൊണ്ട് ഇപ്പോൾ എല്ലാം അങ്ങ് ഏറ്റെടുത്തിട്ട് ഇവിടെ കിടന്ന് മെഴുകി കിട്ടിയ അവസരം മുതലെടുക്കാൻ അവിടെയൊക്കെ ചെന്ന് എല്ലാവരെയും കണ്ട് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം. ഇതൊന്നും ചെയ്യണ്ട. വലിയ ധൃതിയൊന്നുമില്ല. ഇനി ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. കണ്ടിട്ടുണ്ട്, ചെയ്യേ. ആരെങ്കിലുമൊക്കെ എടുത്തങ്ങ് ചെയ്യ്. എന്നിട്ടങ്ങ് എന്തെങ്കിലുമൊക്കെ അങ്ങ് ആക്കി തീർക്ക്. അപ്പോൾ അറിയാമല്ലോ എത്ര കിട്ടി, എത്ര കൊടുത്തു, ആരൊക്കെ എടുത്തു, എന്തൊക്കെ ചെയ്തു. അപ്പോഴാണ് യഥാർത്ഥ കണക്ക് കാണാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥത്തിൽ ആവശ്യങ്ങളുള്ളവർക്ക് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, കിട്ടേണ്ട ഒരാൾക്കല്ല 5 പേർക്ക് കിട്ടേണ്ട സാധനം ഒരാൾക്ക് കിട്ടുന്ന പോലെ അല്ല. 5 പേർക്ക് കൊടുത്താൽ 5 പേർക്കും കിട്ടണം. അതിനകത്ത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ കിട്ടണം. ഈ വേദന എന്ന് പറയുന്നതിന് ജാതി മതമൊന്നും ഇല്ല, ദാരിദ്ര്യത്തിനും ഇല്ല. ഇതൊന്നും ഒരു ദൈവത്തിനും അവരെ സഹായിക്കാനും പറ്റുന്നില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യമായത്.